ആനക്കാംപൊയിൽ കള്ളാടി തുരങ്കപാത നിർമ്മാണത്തിനിടെയുണ്ടായ ദുരന്തത്തിന്റെ ഞെട്ടലിലാണ് നാട്. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് അനുസരിച്ചാകും പദ്ധതിയുടെ തുടർ നടപടികൾ. ഈ പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ ആദ്യ തുരങ്കപാതയായ കുതിരാൻ തൃശൂർ ജില്ലയുടെ അഭിമാനമായി തലയുയർത്തി നിൽക്കുന്നത്. കാര്യമായ പ്രശ്നങ്ങളില്ലാതെയാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. വെല്ലുവിളികളേറെയുണ്ടായിരുന്നു. നിർമ്മാണ വേളയിൽ സാങ്കേതിക പ്രശ്നങ്ങൾ ഉയർന്നു. പാറ പൊട്ടിക്കുന്നതിനെതിരെ പ്രാദേശികമായ എതിർപ്പുകൾ ഉണ്ടായി. എന്നാൽ അതെല്ലാം അതിജീവിച്ച് 11 വർഷത്തോളം എടുത്താണ് കുതിരാൻ തുരങ്കത്തിന്റെ നിർമ്മാണം പൂർണ്ണമായത്. 30 മാസം കൊണ്ട് തീർക്കാൻ ഉദ്ദേശിച്ച പ്രവൃത്തിയാണ് ഇങ്ങനെ നീണ്ടത്. 2009 തുരങ്കത്തിന്റെ നിർമ്മാണത്തിന് കരാർ നൽകിയത്. എന്നാൽ 1 വർഷം കഴിഞ്ഞാണ് നിർമ്മാണം ആരംഭിച്ചത്. ദേശീയപാത നിർമ്മാണ കരാർ കമ്പനിയായ തൃശൂർ എക്സ്പ്രസ് വേയുടെ ഉപകരാർ ഏറ്റെടുത്ത പ്രഗതി എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ജോലികൾ തുടങ്ങിയത്. പിന്നീട് പലതവണ പണികൾ മുടങ്ങി. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് പ്രഗതി കമ്പനിയെ ഒഴിവാക്കി. ദേശീയപാത കരാർ കമ്പനി തന്നെ നിർമ്മാണം പൂർത്തിയാക്കി. 970 മീറ്റർ നീളവും 10 മീറ്റർ ഉയരവും 14 മീറ്റർ വീതിയുമുള്ള 2 തുരങ്കങ്ങളിൽ തൃശൂർ ഭാഗത്തേക്കുള്ളത് 2021 ജൂലൈയിൽ തുറന്നു. 2022 ജനുവരിയിൽ പാലക്കാട് ഭാഗത്തേക്കുള്ള തുരങ്കപാതയിലും ഗതാഗതം ആരംഭിച്ചു. പഴുതടച്ച സുരക്ഷയാണ് തുരങ്കത്തിനുള്ളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ 100 മീറ്ററിലും CCTV ക്യാമറകൾ, 1200 LED ലൈറ്റുകൾ, എമർജൻസി ഫോണുകൾ, അഗ്നി സുരക്ഷാ സംവിധാനം, പൊടിപടലങ്ങൾ ഒഴിവാക്കാൻ ബ്ലോവറുകൾ, ഇതെല്ലാം കുതിരാനിലെ യാത്ര സുരക്ഷിതമാക്കുന്നു. ഇടയ്ക്കിടെ മണ്ണിടിച്ചിലുണ്ടാകുന്ന പ്രദേശമായതിനാൽ തുരങ്കത്തിന്റെ മുകൾ ഭാഗത്തായി മലയിൽ ഉരുക്കുവല പതിച്ച് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. പാത യാഥാർത്ഥ്യമായതോടെ കുതിരാൻ വഴിയുള്ള യാത്ര മിനിറ്റുകൾ മാത്രമായി ചുരുങ്ങി. ഗതാഗത കുരുക്കുകളിൽപ്പെട്ട് മണിക്കൂറുകളെടുത്ത് കുതിരാൻ മല കയറുള്ള യാത്രയാണ് ഓർമ്മകളിലേക്ക് പിൻവാങ്ങിയത്. ന്യൂസ് ഡെസ്ക് TCV.